ഹലോ, ഇന്നത്തെ വീഡിയോയുടെ ബിഫോറും ആഫ്റ്ററും റിസൾട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. ഇതൊരു ഫേസ് പാക്കാണ്, സൺ ടാൻ പോകാനുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ചെറുപയറുമാണ് വേണ്ടത്. നമുക്ക് രണ്ടും ഒന്ന് വാഷ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും 2 സ്പൂൺ നമ്മുടെ ചെറുപയറുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഉരുളക്കിഴങ്ങ് 4ആയിട്ട് കട്ട് ചെയ്ത് ചെറുപയർ നല്ലപോലെ കഴുകിയിട്ട് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ കുക്കറിൽ വെള്ളം ഒഴിക്കുമ്പം ഇതൊന്ന് നെഗരെ മാത്രം വെള്ളം മതി നമുക്ക്. എന്നിട്ട് 1-2 വിസിലടിച്ച് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇത് സൺ ടാന് ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ എൻ്റെ കാല് കാണിച്ചു തരാം. കാലിൽ എൻ്റെ ചപ്പൽ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗത്ത് മൂടിയുള്ളൊരു ചപ്പലായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് കളറുണ്ട്. ബാക്കി എൻ്റെ കൊലുസ് കിടക്കുന്നിടത്തൊക്കെ നന്നായിട്ട് എനിക്ക് ടാനുണ്ട്, വിരളിലുമുണ്ട്. ഞാൻ ഒന്നും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു കളറിൻ്റെ ആ ഒരു ചേഞ്ചസ് 2 കാലിനും. അതിൽ ഞാനിപ്പം ആ ചരട് കിട്ടിയിരിക്കുന്ന കാലിൽ മാത്രമാണ് ഞാനിപ്പം ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇത് വിസിൽ വന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മിക്സിയിലേക്ക് വെച്ച് അത് അരച്ചെടുക്കുവാണ്. പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട. ഇതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ കുക്കറിൽ കിടക്കുന്നത്, അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എത്രയാണ് നിങ്ങൾ മുഖത്തോ കയ്യിലോ കാലിലോ ഒക്കെ ഇടാനുണ്ടെങ്കിൽ ആ ആവശ്യത്തിനുള്ള ഫേസ് പാക്ക് നിങ്ങൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് വേണ്ടത് അരിപ്പൊടിയാണ്. ഒരു 2 സ്പൂൺ അരിപ്പൊടി അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. മിൽക്ക് അലർജി ഉള്ളവർക്ക് മിൽക്ക് യൂസ് ചെയ്യേണ്ട. ഞാനിപ്പം ഇതിൻ്റെ മിച്ചം വന്ന വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ വെള്ളവും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അരിപ്പൊടി ഒരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഈ വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫേസ് പാക്ക് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ടാൻ മാറ്റാനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു 1/4 മണിക്കൂർ മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് തേക്കാം. നമുക്ക് ദേഹത്തോ മുഖത്തോ എവിടെ വേണമെങ്കിലും തേക്കാം. നമുക്ക് മറ്റുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് വരുന്നതുകൊണ്ട് കെമിക്കലോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 1/4 മണിക്കൂർ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ തേച്ചിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് നമുക്ക് പിന്നീട് സോപ്പിട്ട് നമുക്ക് കുളിക്കാം. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ എൻ്റെ ആ ഒരു ബിഫോർ ആഫ്റ്റർ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഒരൊറ്റ തവണ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് വർക്കൗട്ട് ആകുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ കാലിലും ചെയ്ത് നോക്കുവാണ്. ഞാനപ്പോൾ അവിടെ സെല്ലോ ടോപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, കയ്യിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തേക്കുന്ന സമയത്തൊന്ന് റബ്ബ് ചെയ്ത് തേക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് റബ്ബ് ചെയ്ത് ഒരുപാട് ഉരയ്ക്കരുത്, സ്കിന്നിന് ഡാമേജ് വരും. ഒരു മൈൽഡായിട്ട് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് വിടുക. പിന്നെ നല്ല കനത്തിൽ നന്നായിട്ട് പൊതിഞ്ഞ് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തുള്ളൂ. നല്ല കട്ടയ്ക്ക് പൊതിഞ്ഞ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് അധികം ടാനില്ല. കാലിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത്. കയ്യിൽ എനിക്ക് അത്രയും പ്രശ്നമില്ല. അപ്പം ഞാൻ കയ്യിലും കാലിലും വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ കാല് ഞാൻ വാഷ് ചെയ്തു. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഒറ്റ യൂസിൽ തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒരുപാട് ഡാർക്ക് കളറുള്ളത് മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. എല്ലാവരും യൂസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റിസൾട്ട് ഒന്ന് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.